എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും ലോൺ എടുക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെയാണ് ലോണിന് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തത് ടെമ്പററി അഡ്വാൻസ് ആണ്. GPF-ൽ നിന്നുള്ള ടെമ്പററി അഡ്വാൻസ് എടുക്കുന്നതിനുള്ള നടപടികൾ നോക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്പാർക്ക് പോർട്ടലിൽ പ്രവേശിക്കുക. വെബ്സൈറ്റ് സ്പാർക്കിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മുടെ പെർമനൻ്റ് എംപ്ലോയ്മെൻറ്റ് നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിൽ സാലറി മാറ്റേഴ്സിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു സെക്ഷനുണ്ട്. അതിൽ GPF ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ അപേക്ഷ പൂരിപ്പിക്കേണ്ടതാണ്. എത്ര തുകയാണ് ആവശ്യമായത്, എമൗണ്ട് ഓഫ് അഡ്വാൻസ് റിക്വയർഡ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നൽകുക. അതിനുശേഷം എന്താവശ്യത്തിനാണ് ലോൺ എടുക്കുന്നത് എന്നത് അവിടെ വ്യക്തമാക്കുക. പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് റിക്വയർഡ്, എന്താവശ്യത്തിനാണ് PF ലോൺ എടുക്കുന്നത് എന്ന് ഉള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് റൂൾ അല്ലെങ്കിൽ റൂൾസ് അണ്ടർ വിച്ച് ദ റിക്വസ്റ്റ് ഈസ് കവേർഡ് എന്നത് തിരഞ്ഞെടുക്കുക. ഇത്രയും കാര്യങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം എത്ര ഗഡുക്കളായിട്ടാണ് നമ്മൾ പൈസ തിരിച്ച് അടയ്ക്കുന്നത്, ടെമ്പററി അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ പൈസ തിരിച്ചടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റും അതിൽ തിരഞ്ഞെടുക്കുക. അടുത്തത് അനുവദിക്കൽ പ്രക്രിയയാണ്. മൂന്നാമത്തത്, അപേക്ഷ നമ്മൾ സ്പാർക്കിൽ സമർപ്പിച്ചതിന് ശേഷം സാലറി മാറ്റേഴ്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, GPF ടെമ്പററി അഡ്വാൻസ് അപ്രൂവൽ എന്ന മെനുവിൽ പോയിട്ട് അപേക്ഷ അപ്രൂവ് ചെയ്യേണ്ടതാണ്. അക്കൗണ്ട്സ് ക്ലെയിം അപ്രൂവൽ വഴി ആണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം അക്കൗണ്ട്സിൽ ബില്ല്, മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് വഴി ബില്ല് തയ്യാറാക്കേണ്ടതാണ്. അത് DDO ചെയ്യുക. അതിനുശേഷം ഉള്ളത് പ്രിപ്പയർ ചെയ്ത ബില്ല് ട്രഷറിയിൽ സമർപ്പിക്കേണ്ടതെന്നാണ്. അക്കൗണ്ട്സ് ബിൽസ് സബ്മിറ്റ് ബില്ല് വഴി ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ട്രഷറിയിലെ ഫോം 2 ആപ്ലിക്കേഷൻ ആൻഡ് സാങ്ഷൻ സമർപ്പിക്കുക. അതിനുശേഷം ട്രഷറിയിൽ നിന്നും ബില്ല് പാസ്സാക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് PFൻ്റെ ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പ്രിൻസിപ്പൽ അക്കൗണ്ടൻറ്റ് ജനറൽ കേരളയുടെ GPF മാർഗ്ഗനിർദ്ദേശങ്ങൾ അവരുടെ സൈറ്റിലുണ്ട്. അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.